എടാ മറ്റന്നാള് പെങ്ങടെ കല്യാണാണ്. നാട്ടിക്ക് പൈസ കഴിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും സെറ്റാണ്. 10 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാനുള്ള പൈസ ഒന്നും റെഡി ആയിട്ടില്ല. 1-2 ആൾക്കാരത് ചോദിച്ച് കിട്ടിയിട്ടില്ല. അതിലുണ്ടെങ്കിലൊന്ന് തിരിക്കോ? ലീവ് കഴിഞ്ഞ് വന്നിട്ട് ശമ്പളം കിട്ടി ഞാൻ തിരിച്ചു തരാം. ആ വിനു നിന്റെ കൂടെ അല്ലേടാ വർക്ക് ചെയ്യുന്നത്? ആ അതെ. എന്തു പറ്റി? എടാ 5-6 കൊല്ലായിട്ട് അവനെ നമുക്ക് അറിയാവുന്നതല്ലേ. എടാ ചിലപ്പം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അവന് നമ്മളോട് പറഞ്ഞാലെന്താ? അതന്നെയാണ്. നീ ഇന്ന് ലീവല്ലേ? ഞാനേ ആൻഡസ് കടലിലുണ്ട്. നീ ഒന്നിട്ട് വന്നു. എന്താ വരാൻ പറഞ്ഞിട്ടായിരുന്നു? നീ ഇരിക്കും. നീ എന്തിനാ യാക്കൂബിനോട് ക്യാഷ് കടത്തിക്കുന്നത്? ഓൻ 6 റുപ്യ ഇഷ്കനാ, 5ന്റെ കായ് തരൂല നിനക്ക് അറിഞ്ഞൂടെ? അത് തന്നെ, പലരോടും പലതും പറഞ്ഞ് നടക്കുകയും ചെയ്യാം. ഞാൻ പിന്നെ കടം ചോദിച്ചാൽ കിട്ടുന്ന വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. എടാ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞങ്ങളോട് ചോദിച്ചൂടെ? എടാ വീട്ടാൻ പറ്റാന്നല്ല അപ്പുറം നിങ്ങളിപ്പോ തന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ എങ്ങനെ ചോദിക്കാന്ന് കരുതിയിട്ടാ. നിനക്ക് നാട്ടിൽ പോകാൻ ടിക്കറ്റ്. നീ 5-6 കൊല്ലമായില്ലേ നാട്ടിൽ പോയിട്ട്? 3-4 കൊല്ലം കഷ്ടപ്പെട്ടൊരു വീടും വെച്ചു. പെങ്ങളെ കല്യാണം കഴിച്ച് വിട്ടില്ലേ? അവൾ അടുക്കള കാണില്ല, വയറ് കാണില്ല, പ്രസവം, കുട്ടികളെ പുറത്തിട്ടെ, അങ്ങനെ പോയി കൊണ്ടേയിരിക്കും. മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് നീ പോയില്ല. 5-6 കൊല്ലായില്ലടാ നാട്ടിൽ പോയിട്ട്. ഇതിനെങ്കിലും ഒന്ന് പോടാ. എടാ നിന്നെ മനസ്സിലാക്കുന്നവരടുത്ത് പോയിട്ട് നീ സങ്കടം പറയാം, അല്ലാണ്ട് നിന്നെ പരിഹസിക്കുന്നവരടുത്ത് പോയിട്ടല്ല സങ്കടം പറയേണ്ടത്. എടാ നീ എന്തിനാടാ വിഷമിക്കുന്നത്? ഇത് കുറച്ച് മുട്ടായാ, ഞാൻ പെട്ടിയായിട്ട് മതിലിട്ടോ.